ഗൗതമിന്റെ മൂത്ത സഹോദരിയെ. എടുത്തു ചാടരുതച്ച, ദേഷ്യപ്പെടാതിരിക്കുക. മാത്രല്ല, ലക്ഷ്മിയെ ഈ വീട്ടിലെ മരുമകളാക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല അച്ഛ. ഒരു പ്രാവശ്യം വേണോന്ന് പറയുന്നു, പിന്നെ വേണ്ടാന്ന് പറയുന്നു. എന്താണെന്ന് തെളിച്ചു പറ അച്ഛ. എനിക്കവളെ വേണമെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ അവളെ എനിക്ക് ഭാര്യയാക്കണമെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞു? എന്ന് വെച്ചാ? ഞാൻ അവളെ വേണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം കുറച്ച് ആഗ്രഹങ്ങളുണ്ടെന്നാണ്. പെൺകുട്ടി റെഡിയായോ? ഒരു 10 മിനിറ്റ് തിരുമേനി. പെൺപിള്ളേരെ സഹായത്തിന് അയക്കുകീതേ. ഞാൻ തന്നെ പോയിക്കോളാം. അങ്ങനെ പറയരുത് ഗൗതം. എനിക്ക് നിങ്ങളല്ലാതെ വേറെ ആരാ ഉള്ളതെന്ന് പറ. അല്ല, ഇയാൾ ചേച്ചിയുടെ സഹോദരന്റെ മകനാണെന്ന് അന്ന് നമ്മളോട് പറഞ്ഞതല്ലേ ഏട്ടാ? അതെ അതെ പറഞ്ഞായിരുന്നു. നമുക്ക് അന്യരെന്ന് പറയാൻ അധികം ആരും ഇല്ലല്ലോ. എല്ലാവരും ബന്ധുക്കൾ തന്നെയല്ലേ. അവരെയൊക്കെ നിശ്ചയത്തിന് വിളിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ? തീർച്ചയായിട്ടും വിളിക്കണം ചേട്ടാ. ദുർഗ, ശ്രീദേവി, ഗൗരി, നമുക്ക് ശിവാനിയെ കൂട്ടിക്കൊണ്ടുവരാം. വാ. വാ ഗൗതം, ഇരിക്കേ. ഞാൻ നിങ്ങളുടെ മുന്നിലോട്ടിരുന്ന അത് നിങ്ങൾക്ക് അത്ര എളുപ്പമാവില്ല. ഇവൻ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോവാന്ന് വിചാരിച്ചപ്പോ അത് പറ്റിയില്ലല്ലോ. ഒരു പെണ്ണിന്റെ ആഗ്രഹം നിറവേറ്റിയില്ലെങ്കിൽ ആ പാപം ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല. ചാകാൻ പോകുന്ന നീ എന്തിനാ പാപത്തെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നത് ഗീതേ? ഇത്രയും ഭയപ്പെടുന്നവള് പോലീസ് എങ്ങനെയാണ് ആവുന്നത് ഗോവിന്ദരാജേ? ഈ വിവാഹത്തിന് ഭയന്ന് സമ്മതിച്ചതാണല്ലേ മോളെ. പക്ഷേ നിന്റെ ചേച്ചി ഗായത്രി നഷ്ടപ്പെട്ടതുപോലെ നിന്നെ എനിക്ക് നഷ്ടപ്പെട്ട ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ ജീവനോടെ ഇരിക്കുന്നതാണോ അച്ഛന് മുഖ്യം? ഞാൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് അച്ഛന് മുഖ്യമല്ലെന്നാണോ? എൻ്റെ ഏട്ടനെ എതിർത്ത് ഇനി എനിക്ക് സ്വന്തമായിട്ടുള്ളൊരു മോളെ രക്ഷിക്കാൻ പറ്റാത്തൊരച്ഛനാണ് ഞാൻ. എന്നോട് ക്ഷമിക്കൂ മോളെ, അച്ഛനോട് ക്ഷമിക്കൂ.
അച്ഛോ. ഗോവിന്ദ, ശിവാനി, ആ ഏട്ടത്തി, ശിവാനി റെഡി ആയിട്ടുണ്ട്. ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ? ഞങ്ങള് കൂട്ടിക്കൊണ്ട് വന്നോളാം, നീ പൊയ്ക്കോളൂ. നിനക്ക് ഇത്ര വേഗം കല്യാണം നടക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല ശിവാനി. ഞങ്ങൾ ആഗ്രഹിച്ചത് വേറെയായിരുന്നു. മിണ്ടാതിരിക്കാൻ. ശിവാനി ഞങ്ങളുടെ ഏട്ടത്തിയായിട്ട് വന്നിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. നീ എന്താ നോക്കുന്നേ ഗൗതം? വീട് നന്നായിട്ടുണ്ട് അമ്മായി. ദൈവമില്ലാത്ത അമ്പലം പോലെ. വല്യമ്മ എന്താ ദൈവമല്ലേ? അമ്മായി ഇവിടെ ഇരിക്കേണ്ട ആളൊന്നുമല്ല. വല്യച്ഛനെ കല്യാണം കഴിക്കാനായിരുന്നു തലയിലെഴുത്ത്. ഇപ്പൊ എന്ത് ചെയ്യാനാവും ഏട്ടാ? അതെ ചേച്ചി, നമ്മളൊന്ന് വിചാരിക്കുന്നു, ദൈവം വേറൊന്ന് നടത്തുന്നു. അത് ശിവാനിയുടെ കാര്യത്തിൽ നന്നായി മനസ്സിലാവുന്നുണ്ട്. അതാണ് സത്യവും. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇവിടെ വേറെ വല്ലതും നടക്കുന്നോ? ഹലോ, ഹായ്. ഗൗതം, വാ മക്കളെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഹായ്. നൈസ്. സാരി വളരെ നന്നായിട്ടുണ്ട്. ഈ വേഷം നിങ്ങൾക്ക് നന്നായി ചേരുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ സെലക്ഷൻ വളരെ മോശമാണ്. അതാ നിങ്ങളുടെ മുറച്ചെറുക്കൻ ഗൗതം. കൊച്ചുനാളിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കാം. ആ സമയത്ത് നിങ്ങൾ പല വികൃതികളും കാണിച്ചിരിക്കാം. മറ്റൊരടുപ്പവും നിങ്ങൾ തമ്മിലില്ലല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നുണ്ട്, തെറ്റിദ്ധരിക്കരുത്. അന്ന് നിങ്ങൾ രണ്ടുപേരും ഒരു വണ്ടിയിൽ വന്നത് ഞാൻ കണ്ടു. സോറി, ഞാൻ ഇങ്ങനെ പറയുന്നതുകൊണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ ചോദിച്ചാൽ ഒരു സമാധാനം കിട്ടൂല്ലോ എന്ന് ഓർത്തിട്ടാ. ഡോണ്ട് മൈൻഡ്? ഓക്കെ, ബൈ. എന്നോട് ഫീൽ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇവൻ ഫീൽ ചെയ്തിട്ടാണല്ലോ പോയത്. ഗൗതം ചേട്ടനോട് ഞാൻ കുറച്ചുകൂടി ക്ലോസ് ആയിട്ടിരുന്ന ഈ നിശ്ചയം തന്നെ നടക്കില്ല എന്ന് തോന്നുന്നല്ലോ. യാ, ഷുവർ. യാ, ഇറ്റ്സ് ഓക്കെ. എടാ വിജയ്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എന്താടാ? എടാ വിജയ്, നിന്റെ ഭാവി വധുവിനെ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോ നിനക്ക് മടിയല്ലേ? അവൾ എന്ത് വിചാരിക്കോ എന്തോ. ചടങ്ങ് തീരുന്നതിന് മുമ്പെങ്കിലും ഞങ്ങളെ പരിചയപ്പെടുത്തോ? അങ്ങനെയൊന്നും ഇല്ല അളിയാ. വാ, ഞാൻ പരിചയപ്പെടുത്താം. വാ. വന്നേ. 4 പേരും ആദ്യമായിട്ടല്ലേ വീട്ടിലേക്ക് വരുന്നത്. എല്ലാവർക്കും ഒരുപോലെ എടുത്തിട്ടുണ്ട്. ലക്ഷ്മി, നീ ഇത് വാങ്ങിക്കോ മോളെ. വേണ്ട വല്യമ്മ. ഗൗതം, നിന്റെ അനുവാദം ഇല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും ഇവര് കുടിക്കില്ലെന്ന് എനിക്കറിയാം. ഒന്ന് പറയടാ. എൻ്റെ അമ്മേ, ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വാങ്ങാനോ വാങ്ങാതിരിക്കാനോ പറയാൻ ആണൊരുത്തിന് കഴിയില്ല.
ഈവൺ എനിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഞാനും മിണ്ടാതിരിക്കത്തേ ഉള്ളൂ. എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും നീ ഇത് വാങ്ങിക്കൂ പ്ലീസ്. ഗൗതം, ഒന്നും പറഞ്ഞില്ലെങ്കിൽ സാരമില്ല, ജസ്റ്റ് ഒന്ന് തലയാട്ടിയാൽ മതി. നിങ്ങളുടെയൊക്കെ ഇഷ്ടം പോലെ. പെൺകുട്ടികൾ വസ്ത്രം വേണ്ടെന്ന് പറയരുത്. നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ചോയ്സ് നമ്മുടേതാ. അപ്പൊ ഞാനിത് എടുത്തോളാം. എടുത്തോ ചേച്ചി, ചേട്ടൻ പറഞ്ഞില്ലേ. ആ, എല്ലാം ബാഗിൽ വെച്ചാൽ മതി ആന്റി. അത് പറ്റില്ല, ഇപ്പൊ തന്നെ ഉടുക്കണം. ഇപ്പോഴും നിന്നെ ഒന്ന് കാണണമെന്ന്, അത് തന്നെ, സാരിയിലൊന്ന് കാണണമെന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. വേഗം എടുത്തിട്ട് വാ ചേച്ചി. അവളിത് ഉടുത്തോണ്ട് വന്നോളും. പുറത്ത് ഒരുപാട് ജോലിയുണ്ട്, നിങ്ങൾ വരും. ഹലോ, ഹായ്. ഇവരെന്റെ ഫ്രണ്ട്സാ, രവി, രാകേഷ്. ഹായ്. നമസ്കാരം. 5 years ആയിട്ട് ഫ്രണ്ട്സാ. ഞങ്ങൾ അറിയാതെ ഇവൻ ഒന്നും ചെയ്യില്ല. ഓ, അങ്ങനെയാണല്ലേ. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എന്തിനാ ചേട്ടൻ ഇവിടെ പിന്നെയും വരുന്നേ? ഞാൻ നിങ്ങൾക്ക് എന്റെ ക്ലോസ് ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി തരാട്ടോ. ഏയ് നന്ദു, ഇനി വന്നേ. പറയേച്ചി. ആരാടാ ഇത്? എക്സ്ക്യൂസ് മീ, നന്ദുവിന്റെ അടുത്ത് നിൽക്കുന്നത് എന്റെ ചേട്ടൻ ഗൗതം, എന്റെ ക്ലോസ് ഫ്രണ്ട്. വാ ചേട്ടാ. ക്ലോസ് എന്നിങ്ങനെ 2 കൈ കൊണ്ട് കാണിക്കേണ്ട ആവശ്യം എന്താ ചേച്ചി? ചേച്ചിയോ? ഗൗതം ചേട്ടന്റെ മുറപ്പെണ്ണ് എനിക്ക് ചേച്ചി തന്നെയാണല്ലോ. എന്താടി ഇത്? ചേട്ടാ, നമ്മൾ എത്ര ക്ലോസ് ആണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. നീ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടന്റെ ഒരു നാണം. 4 പേരിരിക്കുമ്പോ ഇതൊന്നും പറയരുതെന്നാ പറയാറ്. ഞാനെപ്പോഴാണ് അതൊക്കെ പറഞ്ഞു? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും. എനിക്കല്ല തോന്നുന്നേ, ഇവർക്കാ. മാഡം, കോഫി. എന്റെ ചേട്ടന് ഞാൻ തന്നെ കൊടുക്കണമല്ലോ. ഇതാ ചേട്ടാ. അയ്യോ, നിനക്കെന്താ കണ്ണുണ്ടൂടെ? ചേട്ടനെ നോക്കി ചായ തന്നപ്പോ അറിയാതെ കൈ തട്ടി വീണതോ. എന്താ ചേച്ചി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ചുറ്റും ആൾക്കാരുള്ളപ്പോ നന്നായിട്ട് സംസാരിക്കണ്ടേ? വന്നേ ചേട്ടാ, ഞാൻ തുടച്ചുതരാം. എന്താ ഇങ്ങനെ അന്യരെ പോലെ എന്നോട് പെരുമാറുന്നേ? വാ ചേട്ടാ, വാ, വന്നേ, വാ, ഞാൻ തുടച്ചുതരാന്നല്ലേ പറഞ്ഞത്. എവിടെ കൊണ്ടുപോയതാ? കഴുകാൻ വേണ്ടിയായിരിക്കും. വെള്ളം എങ്ങനെ കൊണ്ടുവരാമായിരുന്നല്ലോ. പൈപ്പ് ഇങ്ങ് കൊണ്ടുവരുന്നതാണോ നല്ലത്, അതോ പൈപ്പിന്റെ അടുത്ത് പോയി കഴുകുന്നതാണോ നല്ലത്? നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്. അവളെ നീയാണോ കിട്ടുന്നത്, അല്ല അവനാണോ? എന്താണിയാ, എന്തോ പന്തി കേട്ടുണ്ടല്ലോ. വാ, അകത്ത് പോയി അത് കഴുകിക്കളയേ. വേഗം ആകട്ടെ ചേട്ടാ. ഞാനും കൂടി സഹായിക്കാം. നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? ഞാൻ എന്താ ചെയ്തേ? എന്നെ ഇങ്ങനെ വഴക്ക് പറയാൻ? എന്ത്? പമ്പ് സെറ്റിന്റെ അടുത്ത് വെച്ച് എന്റെ പുറത്ത് വെള്ളം ഒഴിച്ചത് ഓർമ്മയുണ്ടോ? അതുകൊണ്ടാ ഞാൻ ഷർട്ടിൽ ചായ ഒഴിച്ചത്. അതിനും ഇതിനും തമ്മിൽ ഇപ്പൊ എന്ത് ബന്ധാ ഉള്ളത്? ബന്ധമുണ്ടെന്നൊക്കെ ഫീൽ ചെയ്താലല്ലേ പറ്റൂ. നീ ഇങ്ങനെ മന്ദബുദ്ധികളെ പോലെ സംസാരിക്കല്ലേ. ചേട്ടൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോ എനിക്ക് നാണം വരുന്നു. നിശ്ചയമാണെന്ന് അറിഞ്ഞപ്പോ തന്നെ നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്.
സോറി സോറി ഞാൻ അറിയാതെ കണ്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ടു, നീ കണ്ടില്ല എന്ന കാര്യം. വഴിന്ന് പറ. ശരിക്കും നിനക്ക് സമ്മതമാണെന്ന് പറയുന്നത് പോലെ ഉണ്ടല്ലോ. ഈ സാരിയില് നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ബ്യൂട്ടിഫുൾ. ഈ പുടവയ്ക്കുള്ളിൽ നല്ല ഭംഗിയുള്ള ഐ മീൻ നീ സുന്ദരിയാണെന്ന് ഞാൻ പറയുമ്പോ നീ തിരിച്ചെന്ത് പറയണമെന്നറിയോ? താങ്ക്സ് എന്ന് പറയണം. ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? മോളെ ലക്ഷ്മി, ഒരാണൊരു പെൺകുട്ടിയെ പുകഴ്ത്തുമ്പോ ആ പെൺകുട്ടി പുറമേന്ന് കാണുമ്പോൾ പേടിച്ചു എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെ സത്യം എന്താണെന്ന് വെച്ചാ അവൾ ഉള്ളിൽ ശരിക്കും എൻജോയ് ചെയ്യുന്നു എന്നാണ്. എന്താ സത്യല്ലേ? ഈ നോട്ടം കാണുമ്പോ എനിക്ക് എന്ത് എക്സൈറ്റ്മെന്റ് തോന്നുന്നു എന്നറിയോ? എന്റെ കൈ ഇപ്പൊ വിട്ടില്ലെങ്കിൽ ഞാൻ കൈ ഓങ്ങും. എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിക്കാത്ത ഒരു പെൺകുട്ടിയെ എങ്ങനെ എൻ്റെ വലയ്ക്കുള്ളിൽ അകപ്പെടുത്തണമെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. മോളെ ലക്ഷ്മി, നിന്നെ ഞാൻ പ്രാപിച്ചിരിക്കും. സ്നേഹിക്കാൻ വേണ്ടിയല്ലേ ഈ ജന്മം മണ്ണിലെന്നും, സ്നേഹിച്ചാൽ കുറ്റം കാണും ലോകത്തിൻ കണ്ണുകളെന്നും, ഒന്നാകാൻ ആർക്കും ദൈവം അനുവാദം നൽകിയില്ല. എന്താ ചേട്ടാ, കഥവ് അടയ്ക്കാണോ അതോ തുറക്കാൻ നോക്കുവാണോ? അല്ല, ഇത് ആരാ പൂട്ടിയത്? ആരെങ്കിലും തുറന്നേ, കഥകൊന്നും തുറന്നേ. ആരെങ്കിലും ഉണ്ടോ അവിടെ? പുറത്ത് കുറ്റിയിട്ടിരിക്കുകയാണോ? എന്ന് വെച്ച് ഇവിടെ ഇരുന്ന് നിന്റെ ഈ മുഖവും കണ്ടോണ്ടിരിക്കണോ ഞാൻ? എന്റെ മുഖത്തിന് എന്താ ഒരു കുറവ്? സുന്ദരിയല്ലേ ഞാൻ? ഈ കുരങ്ങയ്ക്ക് നിശ്ചയമാണെന്നുള്ള കാര്യം നീ ഓർത്തോ? ആ കുരങ്ങ് എന്നെ പോലെയാണോ ഇരിക്കുന്നത്? അല്ല, നീയാ അതിനെ പോലെ ഇരിക്കുന്നത്. ആരെങ്കിലും ഒന്ന് കഥ ഓർക്കുന്നുണ്ടോ? എന്താ ഉണ്ടായേ? ഈ വീട്ടിൽ നടക്കുന്നത് കല്യാണ നിശ്ചയമല്ല, നിങ്ങളുടെ മകളുടെ അഴിഞ്ഞാട്ടമാണ്. ആനന്ദരാജേ, സൂക്ഷിച്ച് സംസാരിക്കണം. നിന്റെ അച്ഛനോട് എന്താണോ നീ പറഞ്ഞത്? അമ്മയോട് പറയാൻ പറ്റില്ല. ഇത് പറയാതെ മറച്ചു വയ്ക്കേണ്ട കാര്യമൊന്നുമല്ല. നമ്മൾ മിണ്ടാതിരുന്നാൽ എച്ചിലയിൽ കഴിക്കേണ്ടി വരും നമ്മൾ. എന്താണിപ്പോ നിങ്ങളുടെ പ്രശ്നം? അരികും മൂലയും പറയാതെ എന്താണെന്ന് തെളിച്ചു പറയേ. നിങ്ങളുടെ അനിയന്റെ മകൾ ഇപ്പൊ എവിടെയുള്ളത്? ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആർക്ക് വേണ്ടി?
എന്താണ് നീ ഇപ്പൊ പറഞ്ഞേ? ദേവാ മോനെ എടുത്ത് ചാടില്ലേ, എന്താ നടന്നെന്ന് നമുക്ക് അറിയണ്ടേ? ശിവാനിയും കൂടെ ആ ഗൗതവും ആ റൂമിൽ കയറി കഥകടച്ചിരിക്കുക. എന്താണ് നീ വായത്തോന്നൊക്കെ വിളിച്ചു പറയുന്നേ? ഇതാ നോക്ക് പോലീസുകാരെ, എന്റെ മകന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നീ 2 അടി കൊടുത്തോ, കുഴപ്പമില്ല. എന്നാൽ അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ് കൺമുന്നിൽ തന്നെ ഒരു തെറ്റ് കാണിച്ചാൽ ആരടിക്കും, ആര് ചൂണ്ടിക്കാണിക്കും? ആദ്യം അത് പറയേ. ആ റൂമിൽ അവരില്ലെന്നുണ്ടെങ്കിലോ? എന്റെ മകന്റെ കരണം നോക്കി ഒന്ന് കൊടുത്ത് അവനെ വലിച്ചിഴച്ച് ഞാൻ കൊണ്ടുപോകും. ബാലു, ആരെങ്കിലും ഈ കഥവും തുറക്കോ? ചേട്ടാ, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? ശരിക്കും പുറത്തുനിന്ന് കുറ്റിയിട്ടിരിക്കുക. പിന്നെ നീ എന്ത് വിചാരിച്ചു, ഞാൻ തമാശ കളിക്കുകയാണെന്നോ? ആരെങ്കിലും ഒന്ന് കഥവ് തുറക്കോ? ആ!